ഞാനിന്ന് ഉച്ചയ്ക്ക് നല്ലൊരു നീരാട്ടമൊക്കെ കഴിഞ്ഞ് കേട്ടോ. നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഇനി പോകുന്നത് ശംഖുമുഖത്തേക്കാണ്. അപ്പം മൊയ്ലു പറഞ്ഞു ശംഖുമുഖത്തേറ്റ് വിളിക്കാൻ കിടന്നോന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് കഴിച്ചത് കുറച്ച് കടുത്തു പോയത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മൊയ്ലു അവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി. അങ്ങനെ മൊയ്ലു പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. ആ സമയത്ത് കുളിച്ചതിൻ്റെ ക്ഷീണം ഇതെല്ലാം കൊണ്ട് തന്നെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഞാൻ മൊയ്ലുവിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചെന്നെ ശല്യം ചെയ്യരുതെന്ന്. അങ്ങനെ ഈ ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. ഇതെല്ലാം ഞാൻ ഒന്നും അറിഞ്ഞില്ല. മൊയ്ലു എല്ലാം വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു, അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ക്ഷീണം കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശംഖുമോ എത്തി കേട്ടോ. ശംഖുമോ എത്തിയപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചു ആർത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ആ ഉറക്കത്തിന്റെ ക്ഷീണവും വിശപ്പിന്റെ ആർത്തി കൊണ്ട് വലിച്ചെടുത്തുന്നതിന്റെ ആ ഒരു കറക്കവും കൊണ്ട് എനിക്ക് എന്താണ് പറ്റിയെന്ന് പോലും അറിഞ്ഞൂടാതെയാണ് ഞാൻ ഇരിപ്പ് തുടങ്ങിയത്. അധികമൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ വന്നിട്ട് മേളിൽ കയറുന്നുണ്ട് എല്ലാം നോക്കിക്കൊണ്ട്. കൊള്ളാം കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ബാക്കിലും എയർപോർട്ടും അതിന്റെ ഫ്രണ്ടിൽ കടലും പിന്നെ ഇവിടേക്ക് കുറച്ച് കെട്ടിമറച്ചും പിന്നെ കുറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതാണെന്ന് എന്നെ മൊയ്ലുവിൻ്റെ അടുത്ത് ചോദിച്ചു വേണം അറിയാൻ. അങ്ങനെ ആ ഇരിപ്പ് കുറേ നേരം ഞാൻ ഇവിടെ നിന്ന് എല്ലാം വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. തണുത്ത കാറ്റിങ്ങനെ വീശി എനിക്ക് ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി എന്നെ മൊയ്ല് കൊടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നടന്നായിരുന്നു. അപ്പോൾ കയ്യിൽ വെച്ചിരുന്നപ്പോൾ നല്ല സുഖം. ഞാൻ ഇറങ്ങി നടക്കാനൊന്നും നിന്നില്ല. കാര്യം ഈ കയ്യിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ ആണല്ലോ. നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന എല്ലാ സ്ഥലവും കാണാമല്ലോ. പോരാത്തതിന് ഈ വെള്ളത്തിലൊന്നും ചവിട്ടണ്ട. അങ്ങനെ ഞാൻ മുരുവിൻ്റെ കയ്യിലിരുന്ന ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുമായിരുന്നു. അവരെന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടത്തിക്കാൻ നോക്കിയെങ്കിലും ഞാൻ നടക്കാനൊന്നും നിന്നില്ല. കാര്യം മുടിഞ്ഞ തണുപ്പ് കൂടെയൊക്കെ മഴയും പെയ്ത് പോരാത്തതിന് കടലിൽ നിന്നുള്ള കാറ്റാണെങ്കിൽ അയ്യോ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പുമായിരുന്നു. ഞാൻ മുരുവിനൊരു പണി കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നെ ആണെങ്കിൽ അങ്ങോട്ട് എടുത്തു, അല്ല ഞാൻ ഒരടിയും മുന്നോട്ട് ഇനി വെക്കൂല, വെക്കണ ലക്ഷ്യമേ ഇല്ല. അങ്ങനെ പാവം മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ സുഖവും പിടിച്ച് ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. വലിയ പ്ലെയിന് പീസായിട്ട് ഇരുന്നു കേട്ടോ. പക്ഷേ അത് കയറാനൊന്നും പറ്റൂലല്ലോ. കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. ഇവിടെ എന്നെപ്പോലെ കുറേ പേരെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല സുഖമാണ് അവിടെ. കാര്യം എന്നെ കാറിൽ കൊണ്ടുപോകുന്നു, കുളിപ്പിക്കുന്നു, ആഹാരം തരുന്നു, നേരം തിന്നു എനിക്കിപ്പം വയ്യ. അതിനിടയ്ക്ക് ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടിയോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഈ സുഖങ്ങളെല്ലാം കിട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആർക്കാരും ഉണ്ടാകുന്നതാണല്ലോ കുറച്ച് അഹങ്കാരങ്ങളൊക്കെ. എന്നാലും ഞാൻ അതൊക്കെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു ദൂരം വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ മൊയ്ലുവിനോട് ചോദിച്ചു ഇതെന്താണ് സംഭവം എന്ന്. മൊയ്ല് പറഞ്ഞു ഇതാണ് മത്സ്യകന്യകയെന്ന്. അപ്പോൾ ഞാൻ അന്തം മുട്ട് നോക്കണേ, എന്നെക്കാലം പൊക്കവും ഉണ്ട്, ഇതെന്തുവാണ് സംഭവം, ഇതിനി എന്നെ കടിക്കുവോ എന്താണ് കാര്യം എന്നുള്ളതോ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ അന്തം മുട്ട് കുന്തം തന്നെയായിരുന്നു ഞാൻ ഉണ്ടാത്. ആ മത്സ്യകന്യയുടെ തലങ്ങും വിലങ്ങും കൊണ്ടുവന്ന് എന്നെ മൊയ്ല് കാണിച്ചു കേട്ടോ. അത് കാണിച്ചിട്ടാണ് എന്നെ അങ്ങ് തിരിച്ച് കടലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അയ്യോ കടൽ കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. കാര്യം ഇതുമാത്രം വെള്ളം, ഈ വെള്ളം ഒത്തിരി ഇത് ഇവിടെ കിടന്നത് ഞാൻ ആദ്യമായിട്ടല്ലേ കാണാൻ. നമ്മളവിടെ ആകെ കൂടി കണ്ടത് ആറ്റിലാണ് ഇത്രയും വെള്ളം കണ്ടത്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നി. ഇതെങ്ങാനും ചെന്ന് മറിഞ്ഞ് വീണു കഴിഞ്ഞാൽ തീർന്നു എൻ്റെ ജീവിതം. ഓരോ തിരയെന്നൊക്കെ പറയുന്നത് എൻ മുഖത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് കണ്ടു ആകെ പേടിച്ചാണ് ഞാൻ നിന്നത്. അപ്പോഴത്തേക്കും ഒരു എന്നെ പയ്യെ ബെൽറ്റിൽ ഒരു വിരൽ കൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് നിന്നായിരുന്നു. അതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടു. നോക്കിയപ്പോൾ സോപ്പ് പോലെയൊക്കെ പതഞ്ഞു പറഞ്ഞു. ഇത് ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി ആരെങ്കിലും സോപ്പൊക്കെ പതച്ച് വിട്ടതാണോ എന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ അവിടെ നിൽപ്പ് തുടങ്ങിയത്. അതിൻ്റെ ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പും ഈ തിരയും ഇതെല്ലാം വന്നടിക്കുമ്പോൾ തണുത്ത കാറ്റല്ലേ വന്നടിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു ജാക്കറ്റ് പോലും ഒന്നേരം എടുത്തില്ല. നല്ല തണുപ്പുണ്ടായാലും പിന്നെ ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. എന്ത് രസമുണ്ട് കടൽ കാണാൻ. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നെങ്കിലും എനിക്ക് ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഉള്ളിലും. പക്ഷെ കൊള്ളാം കേട്ടോ, ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂട്ടിൽ അങ്ങനെ ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ നേരം കുറച്ചൊന്ന് ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞാൻ മൊയ്ലുവിൻ്റെ അടുത്ത് പറഞ്ഞു മൊയ്ലു പിന്നെ നമുക്ക് വീട്ടിൽ പോവാം, എനിക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ മൊയ്ലു എടുത്തുകൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന പാടെ ഞാൻ എന്ത് ചെയ്തു കിടപ്പ് തുടങ്ങി. പിന്നെ ഇരുന്ന് ആ തുണി അടുത്ത് മൂടിക്കൊണ്ട് ഞാനും കിടന്ന് ഇനിയിപ്പം നല്ലൊരു ഉറക്കം ഉറങ്ങണം വീട് വരെ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ. ഞാനും കിടന്നുറങ്ങുന്നു. ഇനി അങ്ങ് വീട്ടിൽ പോയിട്ട് വേണം എണീക്കാൻ.